viewers, welcome back to Sala Learning. It's me Sri Bhama SB. അപ്പോൾ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ള നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ്. ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് അല്ലെങ്കിൽ പൂക്കാൻ കായ്ക്കുക എന്ന് പറഞ്ഞ അടിപൊളി ചാപ്റ്റർ അല്ലേ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. കാരണം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ കാണുന്ന ഒരു സാധനമാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഫ്രൂട്ട്സും പറയുന്നുണ്ടല്ലോ അല്ലെ. ഫ്രൂട്ട്സ് ആണ് മെയിൻ നമ്മൾ കഴിക്കുന്ന സാധനം അല്ലെ. നമ്മുടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടേഴ്സും നമ്മുടെ പാരന്റ്സ് ഒക്കെ പറഞ്ഞ സാധനമാണ് ഫ്രൂട്ട്സ് കഴിക്കുക എന്നല്ലേ. സോ എങ്ങനെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഈ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് മക്കളെ ഉണ്ടായിട്ടുള്ളത്? എല്ലാ ഒരേ ടൈപ്പ് ഫ്രൂട്ട്സ് തന്നെയാണോ? അതിനെന്തെങ്കിലും വെറൈറ്റി ടൈപ്സുകൾ ഉണ്ടോ? അതൊക്കെ നിൽക്കുള്ള സംശയമായിരിക്കും അല്ലെ. അപ്പൊ ഫ്രൂട്ട്സിനെ പറ്റി നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ അതില് മെയിൻ ആയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. റെഡി? അപ്പൊ നിങ്ങൾക്ക് മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് വെച്ചിട്ട് മിസ് പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ചിത്രം നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൾബറി, മാംഗോ, ചാമ്പ, പൈനാപ്പിൾ, ആപ്പിൾ, ടൊമാറ്റോ, കസ്റ്റാർഡ്, സ്ട്രോബെറി തന്നിട്ട് സിമ്പിൾ ഫ്രൂട്ട്സ് ഏതൊക്കെ, മാംഗോ ഏതിലാ പെടുന്നത്, അതുപോലെ കസ്റ്റാർഡ്, സീതപ്പഴം, ആപ്പിൾ ഒക്കെ ഏതിലാ പെടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ടൈപ്പുകളാണ് ഫ്രൂട്ട്സ് ഉള്ളത് എന്ന് അറിയണം അല്ലേ. അപ്പൊ ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. എന്താണ് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ? ഓൺലി വൺ ഫ്രൂട്ട് ഈസ് ഫോം ഫ്രം ഈച്ച് ഫ്ലവർ. ദീസ് ഫ്രൂട്ട്സ് ആർ കോൾഡ് സിമ്പിൾ ഫ്രൂട്ട്സ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഫ്രൂട്ട് അല്ലെങ്കിൽ ലഘുഫലം എന്ന് പറയാം. സിമ്പിൾ കാര്യം, ഒന്നീന്നൊന്ന് അല്ലെ. നമ്മൾ മോസ്റ്റ്ലി കാണുന്ന സാധനം തന്നെയായിരിക്കും ഒരു ഫ്രൂട്ട്സ് എന്താണ് ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ മക്കളി? ലഘുഫലം. അപ്പൊ നമ്മൾ സിമ്പിൾ എപ്പോഴാ പറയാ? നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പറയാം സിമ്പിൾ അല്ലെ. അതുപോലെ നോർമലി നമ്മൾ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം വൺ ടു വൺ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം അല്ലെ. അപ്പൊ ഒന്നീന്ന് ഒന്ന് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ടൊമാറ്റോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാംഗോ ഫ്ലവർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താ മക്കളി? ഒക്കെ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതിനാണ് നമ്മൾ ലഘുഫലം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. റെഡി? ഇനി അടുത്തത്, ഒന്നിലധികം ഫലം ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് പുഞ്ചഫലം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇഫ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഈസ് ഫോം ഫ്രം എ ഫ്ലവർ സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. നമ്മൾ ഭയങ്കര അഗ്രിഗേറ്റ് ആവണം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കൂട്ടിച്ചേർക്കാന്നൊക്കെ രീതിയിൽ ഏകദേശം നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു പൂവിൽ നിന്ന് തന്നെ ഒന്നിലധികമായിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പറയുന്ന പോലെ ഭയങ്കര അടിപൊളി പരിപാടിയില്ലേ അല്ലേ. ഒരു ഫ്ലവർ വരുന്നു, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് തന്നെ കിട്ടുന്നു, നിങ്ങൾക്ക് അടിപൊളി അല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്, ഒന്നിലധികം ഫലം ഉണ്ടാകുന്നതിനെയാണ് പുഞ്ചഫലം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. സീതപ്പഴം, നമ്മൾ കഴിക്കുന്ന സീതപ്പഴങ്ങൾ കഴിച്ചിട്ടില്ലേടാ? സീതപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. മിസ് എന്റെ വീട്ടുകാർക്കും ഭയങ്കര ഇഷ്ടം, അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവിടെ നല്ല പൈസ റേറ്റ് ഉണ്ട് അത്യാവശ്യം, ബട്ട് നല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അല്ലേ. അതേപോലെ ബ്ലാക്ക്ബെറി, റേറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അരണമരക്കായ് എന്ന് പറയും, എന്ന് വെച്ചാൽ പോളിത്തിയ ഫ്രൂട്ട്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ബ്ലാക്ക്ബെറി, കസ്റ്റാർഡ് ആപ്പിൾ ഒക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? പുഞ്ചഫലത്തിനുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ സീതപ്പഴം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആണ്, അടിപൊളിയാണ്. റെഡി? പിന്നെ ഇതാണ് പോളിയാത്തിയ, ഇതാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ വേറെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. ചക്ക. നമ്മുടെ ചക്കയൊക്കെ ഉണ്ടാവുന്നതിന്റെ അവസ്ഥ എന്താ? വീട്ടിൽ അങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി മാത്രം ആലോചിക്കില്ല അല്ലേ. ചക്ക തിന്നുന്നതിനെ പറ്റി ആലോചിക്കുന്നല്ലാണ്ട് അത് ഇങ്ങനെ ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കാറില്ലല്ലോ. എന്ന് നമ്മളോട് ആലോചിക്കാൻ വേണ്ടി പോകണം. നോക്കിക്കോ, ഇത് സംയുക്ത ഫലം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോ ഒരു പൂങ്കുലയാകെ ഒരു ഫലമായി തോന്നുന്ന രീതിയിൽ മാറുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഒന്നീന്നാണെന്ന്. പക്ഷെ ഒരു പൂങ്കുല എന്ന് പറഞ്ഞാൽ എന്താ? കുറേ പൂക്കൾ ചേർന്നിട്ടുള്ള ഒരു കൊല അല്ലെ. അതിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവുക, വലിയൊരു ഫലം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സംയുക്ത ഫലം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ഫ്രം ദ ഗ്രൂപ്പിംഗ് ഓഫ് ദ ഫ്രൂട്ട് ഫ്ലവേഴ്സ്. ഈച്ച് ഫ്ലവർ ഇൻഫ്ലുവൻസസ് ഗീവ് റൈസ് ടു ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് സംയുക്ത ഫലങ്ങൾ എന്ന് പറയുന്നത്. പൂങ്കുലയിലെ ഓരോ പൂവും ഓരോ ഫലമായിട്ട് മാറുന്നു. അപ്പൊ വലിയ ചക്ക നമ്മൾ എടുത്താ, ചക്ക എങ്ങനെ നമ്മൾ കഴിക്കുക? ഓരോരോ ചൊളയായിട്ട് ഞം കഴിക്കില്ലേ. അതിൽ ഓരോ ചക്കയുടെ ചൊള എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു പൂവായിട്ട് നമുക്ക് കരുതാണെങ്കിലും അത് മൊത്തത്തിൽ ഒരു വലിയ ചക്കയാവുക പറയുമ്പോൾ കുറേ സാധനങ്ങൾ കൂടിയിട്ട് ഒറ്റൊന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സംയുക്ത ഫലം എന്ന് പറയുന്നത്. അപ്പൊ ചക്ക തിന്നുന്ന സംയുക്ത എന്ന് ആലോചിക്കാം. പണ്ടൊരു സിനിമ നടി ഉണ്ടായിരുന്നു സംയുക്ത വർമ്മ. അപ്പൊ സംയുക്ത വർമ്മയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് ആലോചിക്കാം. അപ്പൊ ചക്ക പറയുമ്പോൾ സംയുക്ത ഫലമാണെന്ന് ആലോചിക്കുക. സിമ്പിളാ. ഇനി അടുത്തത് ഫോൾസ് ഫ്രൂട്ട്, കപട ഫലം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ പച്ചപ്പീരാടാ, നമ്മളെപ്പോഴും ഒരു ഫോൾ ആണ്, നീ ഭയങ്കര ഫോൾസ് ആണല്ലേ, നീ വെറും കപടനാണല്ലേ എന്നൊക്കെ എപ്പോഴാ പറയാം?
നമ്മൾ പറ്റിക്കുന്ന ആളുകളെ അല്ലെ. അതുപോലെ കുറച്ച് പറ്റിക്കുന്ന ഫ്രൂട്ട്സ് ആണ് ഇവന്മാര്. ഇപ്പൊ നമ്മുടെ കാഷ്യൂ നട്ടിന്റെ കശുമാവിൻ പൂവ്, അതുപോലെ കശുവണ്ടി, കശുമാങ്ങയുടെ ഒക്കെ സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് നിങ്ങൾ വിചാരിക്കും അതെന്താണ്, ഇതാ ചില സസ്യങ്ങളിൽ പൂഞ്ഞിട്ടും പുഷ്പാസനവും ഫലമായിട്ട് മാറും. പൂവിൽ നിന്നാണ് നിങ്ങൾ വിചാരിച്ച നിങ്ങൾക്ക് തെറ്റി. മറിച്ച് പൂഞ്ഞെട്ട്, എന്താ പൂഞ്ഞെട്ട്? പൂവിന്റെ ഈ അറ്റത്ത് നിങ്ങൾ പിടിക്കുന്ന സമയത്ത് ഇപ്പൊ റോസാപ്പൂ ഞാൻ നിങ്ങൾക്ക് റോസ് തരട്ടെ, കുറച്ച് സ്നേഹം തരട്ടെ, അപ്പൊ എങ്ങനെയാണ് റോസാപ്പൂവിന്റെ ഞെട്ടിൽ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് അത് തരിക അല്ലെ. അപ്പൊ ആ ഞെട്ട് പറയുമ്പോൾ ജസ്റ്റ് ആ പൂവിനെയും ഈ പറഞ്ഞ ചെടീനെയും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ് ഇങ്ങനെ ഒരു പൂ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരയ്ക്കുന്ന ഈ സാധനമാണ് നമ്മുടെ പൂഞ്ഞെട്ട്. പിന്നെ പുഷ്പാസനം അല്ലെ, ഒരു ഇരിപ്പിടം എന്നൊക്കെ പറയാം. നമ്മൾ ഈ പൂക്കൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുഷ്പാസനം നമ്മൾ അല്ലെങ്കിൽ തലാമസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ പെഡീസലും തലാമസും ഒക്കെ ഫ്രൂട്ട്സ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കപടഫലം അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട്. അമ്പട നമ്മളെ പറ്റിച്ചല്ലേ, നമ്മൾ വിചാരിച്ചു അത് ഫ്രൂട്ടിൽ നിന്ന് എന്താ പറയാ ഫ്ലവറിൽ നിന്ന് ഉണ്ടാവുന്നതാണെന്ന്. പക്ഷെ പറ്റിച്ചു. പകരം ഫ്ലവറിന്റെ മറ്റ് പാർട്സുകളായിട്ടുള്ള ഈ പെഡീസലിൽ നിന്നും തലാമസിൽ നിന്നും ഉണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോൾസ് ഫ്രൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. കണ്ടോടാ, നമ്മുടെ കശുമാവിന്റെ ഇവിടെ കണ്ടോ പെഡീസെല് വളർന്നുണ്ടാവുന്നത് കാണുന്നില്ല നിങ്ങള്? അപ്പൊ അതാണ് അതിനുള്ള എക്സാമ്പിൾ കേട്ടോ. നമ്മുടെ ഈ പറഞ്ഞ പോലെ സബർജലി, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താണ് മനസ്സിലായത്? മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഭയങ്കര സിമ്പിൾ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു, ലഘുഫലം എന്ന് പറയുന്നത് ടൊമാറ്റോ, മാംഗോ ഒക്കെ എക്സാമ്പിൾ ആണ്. വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു ടൊമാറ്റോയും മാംഗോയും തിന്നുന്ന കുട്ടീന്ന് ആലോചിച്ച് വെക്കാം. പിന്നെയോ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പോളിയാത്തിയ, കസ്റ്റാർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, സീതപ്പഴം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആണ് നമ്മൾ പറഞ്ഞ സംയുക്ത ഫലം അല്ലെ. അത് സംയുക്താവർമ്മയ്ക്ക് എന്തൊക്കെയാ ഇഷ്ടം? നിങ്ങൾ ആലോചിക്കുക. ചക്ക ഇഷ്ടമാണ്, പൈനാപ്പിൾ ഇഷ്ടമാണ്. പൈനാപ്പിൾ തിന്നുന്ന സംയുക്താവർമ്മ, ചക്ക തിന്നുന്ന സംയുക്താവർമ്മ എന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഫോൾസ് ഫ്രൂട്ട് കപട ഫലമാണ്. ആപ്പിളും കാഷ്യൂ ആപ്പിളൊക്കെ അതിലുള്ള എക്സാമ്പിൾ ആണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഇത്. എപ്പോഴും ചോദിക്കും ക്വസ്റ്റ്യൻസുകൾ. സോ അടിപൊളിയായിട്ട് ഇത് പഠിക്കാം. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇനി എന്റെ മക്കൾക്ക് പഠിക്കേണ്ടേ? ഇത് മാത്രം പോരാ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ച് ആയിട്ടുള്ള വജ്ര ബാച്ച് ഉള്ളത്. എല്ലാവർക്കും വജ്ര ബാച്ചിനെ പറ്റി അറിയുന്നുണ്ടായിരിക്കാം. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും കോണ്ടന്റുകളും ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാച്ചാണ് വജ്ര ബാച്ച്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 9994400800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ച് ഫുൾ ഗ്രേഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ വജ്ര ബാച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. സോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.